നമസ്കാരം. മകൻ ഗോകുൽ സുരേഷ് പറഞ്ഞതുപോലെ അച്ഛനെ കളിയാക്കിയവർ ഇപ്പോൾ അത് തിരുത്തി പറയുന്നു. അച്ഛന് കൈയടിക്കുന്നു. അത് പരമാർത്ഥമായി. 27 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തു. അതും ഒരുപാട് പ്രത്യേകതകളോടും പദവികളോടും കൂടി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ താരം SG ആയിരുന്നു എന്ന് പറയേണ്ടി വരും. മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ ശോഭ കുറയ്ക്കും വിധമായിരുന്നു സുരേഷ് ഗോപിയുടെ വരവും പ്രഭാവവും. സുരേഷ് ഗോപിയോട് നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട എന്ന് പറഞ്ഞ താരങ്ങളുടെയൊക്കെ കരണത്തേറ്റ പ്രഹരമായി മാറി ആ വരവ്. അമ്മയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് സുരേഷ് ഗോപിയാണ്. കേന്ദ്രമന്ത്രിയുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ഓടിയെത്തി. 27 വർഷത്തിന് ശേഷം കേന്ദ്രമന്ത്രി പദവിയോടെ അമ്മയിലേക്ക് തിരിച്ചുവന്ന സുരേഷ് ഗോപിക്ക് വികാര നിർഭരമായ സ്വീകരണമാണ് സഹപ്രവർത്തകർ ഒരുക്കിയത്. മോഹൻലാൽ അദ്ദേഹത്തിന് ഉപഹാരം നൽകി. ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി. അമ്മയുടെ തുടക്കത്തെയും 1997 വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കെ സംഘടനയുടെ പടിയിറങ്ങി പോകേണ്ടി വന്നതിനെയും കുറിച്ച് മറുപടി പ്രസംഗത്തിൽ പരാമർശിച്ച സുരേഷ് ഗോപി വലിയ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാതെ വളരെ തന്മയത്വപരമായാണ് പ്രസംഗം നടത്തിയത്. അഭിനയ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. നിശബ്ദതയോടെ പ്രസംഗം കേട്ടവർ വലിയ കയ്യടിയാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനൊടുവിൽ നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസ് പ്രകടനം തന്നെയായിരുന്നു. പിന്നീട് സിദ്ദിഖിനെ തോളോട് ചേർത്ത് നിർത്തി കാര്യങ്ങൾ തിരക്കി. ഇതിനിടെ സുരേഷ് ഗോപിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ സിദ്ദിഖ് മകന്റെ ഓർമ്മയിൽ പൊട്ടിക്കരഞ്ഞു. സുരേഷ് ഗോപിക്കും ആ ദുഃഖം താങ്ങാനായില്ല. കേന്ദ്രമന്ത്രിയും ആ നിമിഷം അവിടെ നിന്ന് വിതുമ്പുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സിദ്ദിഖിനെ ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു സമ്മേളന വേദിയിലേക്ക് മോഹൻലാലും സുരേഷ് ഗോപിയും എത്തിയത്. സിദ്ദിഖും സുരേഷ് ഗോപിയും തമ്മിലെ സ്വകാര്യ സംഭാഷണം നടന്നിടത്തേക്ക് മാധ്യമങ്ങളെ ആരെയും മോഹൻലാൽ കടത്തിവിട്ടില്ല. ചാനൽ ക്യാമറകളും അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഓരോ കഥാപാത്രത്തിലൂടെയും ഞാൻ വിരിഞ്ഞു വരികയായിരുന്നു. ഞാൻ എന്ന വ്യക്തിയെ മെനഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണ്. അതിന്റെ ആഴം അളക്കാവുന്നതല്ല. എന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എതിർഭാഗത്ത് നിന്ന് തല്ലുവാങ്ങിയവർ, എനിക്ക് ശക്തി നൽകിയവർ, സോമേട്ടൻ, രാജൻ പി ദേവ്, NS വർഗീസ്, നരേന്ദ്രപ്രസാദ്, ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബലം പകർന്ന കാക്കി എന്ന വേഷത്തെയും ആദരവോടെ ഓർക്കുന്നു. സെറ്റിൽ ചായ തന്നവരും ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വൃത്തിയാക്കിയവരുമെല്ലാം എന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നവരിൽ വഹിച്ച പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ദീർഘകാലം അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റിനെയും സുരേഷ് ഗോപി ഓർമ്മിക്കാൻ മറന്നില്ല. വലിയ സ്ഫോടനങ്ങളെ ഏറുപടക്കത്തിന്റെ ശബ്ദത്തിലേക്ക് ഒതുക്കിയ അമ്മയുടെ നാഥനായിരുന്നു ഇന്നസെന്റ്. നാളെ സംഘടനയെ നയിക്കുന്നവർക്ക് വലിയ ഒരു പാഠപുസ്തകം തന്നെയാണ് ഇന്നസെന്റ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. 1994 സംഘടന രൂപീകരിക്കുമ്പോൾ സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും മണിയൻപിള്ള രാജുവും 10,000 രൂപ വീതമാണ് എടുത്തത്. അന്ന് MG സോമൻ പ്രസിഡന്റും TP മാധവൻ സെക്രട്ടറിയും മോഹൻലാലും മമ്മൂട്ടിയും വൈസ് പ്രസിഡന്റുമാരുമായിരുന്നു. അമ്മയുടെ രൂപീകരണത്തിന് കാരണക്കാരായ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മണിയൻപിള്ള രാജു എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി. അമ്മയുടെ ആദ്യ അംഗങ്ങളിൽ ഒരാളായിരുന്നു സുരേഷ് ഗോപി എന്നത്. പിന്നീട് അമ്മയുടെ പേരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റേജ് ഷോ നടന്നു. ഈ സ്റ്റേജ് ഷോ നഷ്ടമായി. ഈ നഷ്ടം സുരേഷ് ഗോപിയിൽ നിന്നും ഈടാക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു സുരേഷ് ഗോപിക്ക് ആ വാക്കുകൾ. സുരേഷ് ഗോപി ഈ ആവശ്യം അസ്വസ്ഥമാക്കിയെങ്കിലും പണം നൽകി ചർച്ചയില്ലായ്മ ചെയ്തു. അതിനുശേഷം മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയിൽ സമ്മർദ്ദം ചെലുത്തി. വലിയ പ്രതിഷേധം പിന്നീട് ഉയരുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് പണം തിരിച്ചു കൊടുക്കണമെന്ന അഭിപ്രായം വലിയ രീതിയിൽ അമ്മയിൽ നിന്ന് ഉയർന്നു. എന്നാൽ ചാരിറ്റബിൾ സംഘടനയായതുകൊണ്ട് തന്നെ വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ഇവിടെ നിന്നും ആകില്ല. ഓഡിറ്റർ എടുത്ത നിലപാട് ഇതുതന്നെയായിരുന്നു. താൻ അടച്ച പണം തിരികെ വേണമെന്ന് സുരേഷ് ഗോപി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആ പണം തിരിച്ചു നൽകാമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇത് കൂടുതൽ അദ്ദേഹത്തെ അപമാനിതനാക്കി സുരേഷ് ഗോപിയെ. ഇതോടെ താരസംഘടനയിൽ നിന്ന് തന്നെ അകലം പാലിച്ചു സുരേഷ് ഗോപി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വരവിനായി എല്ലാവരും കാത്തിരുന്നു. ഒന്ന് കാണാൻ തിരക്കിട്ടു. അങ്ങനെ കൈയടിച്ച് SGയെ വീണ്ടും ഹീറോ ആക്കുകയാണ്. 27 വർഷത്തിന് ശേഷം അദ്ദേഹം അമ്മയിലേക്ക് വരുമ്പോൾ താരമല്ല, അദ്ദേഹത്തിനുള്ളത് ഒരു രാജാവിന്റെ പ്രൗഢി തന്നെയായിരുന്നു.